ഹായ്, എന്തുണ്ട്? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? മെയ് 2 വരെയാണ് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ്. എല്ലാവരും അറിഞ്ഞു കാണും, ഇതിനോടകം അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ സൈലം PSC ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് വേണ്ടിയിട്ട് ഓൺലൈൻ ക്ലാസ്സുകൾ ആരംഭിച്ചു. അതിപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണ്ടി പുതിയൊരു സന്തോഷ വാർത്ത, ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് വേണ്ടി നിങ്ങളെ അതിനുവേണ്ടി സജ്ജരാക്കുന്നതിന് വേണ്ടിയിട്ട് സൈലം PSC ഓഫ്ലൈൻ ക്ലാസ്സുകളുമായിട്ട് വരുന്നു. 22-ാം തീയതി പാലാരിവട്ടത്തും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ക്യാമ്പസിലുമാണ് ഓഫ്ലൈൻ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സോ എല്ലാവരെയും നമ്മൾ അതിലേക്ക് ക്ഷണിക്കുവാണ്. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് പരീക്ഷ എന്താണ് എന്ന് ഞാൻ പറയാതെ തന്നെ ഇതിനകം നിങ്ങൾക്ക് അറിയായിരിക്കും. വളരെ പ്രിവിലേജ് ആയിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പരീക്ഷയാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം 3 ഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് കടന്നു പോകുന്നത് അല്ലേ? ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാം, ഒരു ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ്, അതിനുശേഷം എന്താണ്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. സോ ഒബ്ജക്റ്റീവ് ടൈപ്പ് എക്സാമും ഡിസ്ക്രിപ്റ്റീവും ഒരു ദിവസം തന്നെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഒബ്ജക്റ്റീവ് ടൈപ്പിന് ശേഷം അന്ന് ഉച്ച കഴിഞ്ഞിട്ട് തന്നെ എന്തുണ്ടാകും, ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടാകും. ഒബ്ജക്റ്റീവിൽ നമ്മളോട് ചോദിക്കുന്നത് 3 ഭാഗങ്ങളായിട്ടാണ്. മൊത്തം 100 മാർക്കിൻ്റെ എക്സാമാണ്. 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. 75 മിനിറ്റാണ് ടൈം. ഈ 100 മാർക്കിൻ്റെ എക്സാമിൽ 50 മാർക്കിൻ്റെ ഇംഗ്ലീഷും 40 മാർക്കിൻ്റെ GKയും 10 മാർക്കിൻ്റെ മാത്സുമാണ് ചോദിക്കുന്നത്. അതിനുശേഷമാണ് നമുക്ക് എന്തുള്ളത്, ഡിസ്ക്രിപ്റ്റീവ് ഉള്ളത്. ഡിസ്ക്രിപ്റ്റീവിൽ ഫുള്ളും ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിൽ നമുക്ക് 3 ടൈപ്പാണ്. ഒരു പാസേജ് ഉണ്ടാകും, ഒരു പ്രസി ഉണ്ടാകും, ഒരു എസ്സേ ഉണ്ടാകും. സോ ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാണ്ട് ഇനി ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിന് അയക്കാൻ പറ്റില്ലേ എന്നൊരു സംശയം തോന്നാം. ആരും അങ്ങനെ സംശയിക്കുകയും പേടിക്കുമെന്നും വേണ്ട. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രം ഉള്ള ഒരു ജോലിയല്ല ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. ഗ്രാജുവേഷന് 50% മാർക്ക് വാങ്ങിച്ച എല്ലാവർക്കും അയക്കാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇംഗ്ലീഷാണ് കൂടുതലും ചോദിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി ഇംഗ്ലീഷ് അറിയാൻ പാടില്ലാത്തവർ വന്നാലും അവരെ ഇംഗ്ലീഷിൽ പ്രാവീണ്യമുള്ളവരായി മാറ്റാൻ വേണ്ടിയാണ് നമ്മളുടെ സൈലം ടീം ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ആ കാര്യത്തിൽ നിങ്ങൾ ആരും പേടിക്കേണ്ട. നമുക്ക് പൂർണ്ണമായിട്ടും നിങ്ങളെ സജ്ജരാക്കി മാത്രമേ എക്സാമിന് വിടുകയുള്ളൂ. അപ്പം ഓൺലൈൻ ക്ലാസ്സുകൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. നമ്മളിപ്പം ഓഫ്ലൈൻ തുടങ്ങുകയാണ്. 22-ാം തീയതി മറക്കേണ്ട ഡേറ്റ്. 22-ാം തീയതി നമ്മളുടെ പാലാരിവട്ടത്തും അതുപോലെ തന്നെ കോഴിക്കോട് ക്യാമ്പസിലുമാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 53 മാർക്കായിരുന്നു കഴിഞ്ഞ വർഷത്തെ ടോട്ടൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. അതിൽ തന്നെ എല്ലാ ഘട്ടങ്ങളും കടന്ന് ഇൻ്റർവ്യൂവും കടന്നു കഴിഞ്ഞിട്ട് ഫസ്റ്റ് റാങ്ക് കിട്ടിയ ആൾക്ക് കിട്ടിയ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 113 ആണ്. എത്ര മാർക്കിൻ്റെയാണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവ്, 60 മാർക്കിൻ്റെ ഡിസ്ക്രിപ്റ്റീവ്, 10 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ, അങ്ങനെ 170 മാർക്കിലാണ് നമ്മളുടെ എക്സാം. അതിൽ 113 ആയിരുന്നു ടോട്ടൽ കട്ട് ഓഫ് എന്ന് പറയുന്നത്. ഈ ലിസ്റ്റിൽ ജനറൽ കാറ്റഗറിയിൽ അവസാനം വന്നയാളുടെ കട്ട് ഓഫ് 63 മാർക്കായിരുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക, ചിന്തിച്ച് നോക്കുക. ഒത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷയല്ല, ഏറ്റവും ഹൈയിൽ നിൽക്കുന്നവർ മാത്രം കയറുന്ന ഒരു പരീക്ഷയല്ല, എല്ലാവർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റിയ ഒരു എക്സാമാണ്. സോ നമ്മുടെ ഓഫ്ലൈൻ ക്യാമ്പസുകളിലേക്ക് എല്ലാവരെയും ഹാർദവമായിട്ട് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി, 23-ാം തീയതി നമ്മുടെ മഞ്ചേരിയിലും കോഴിക്കോടും കേട്ടറ്റിൻ്റെ ഓഫ്ലൈൻ ക്ലാസ്സുകളും ആരംഭിക്കുവാണ്. അതും ഞാൻ ഈ കൂട്ടത്തിൽ തന്നെ നിങ്ങളെ അറിയിക്കുവാണ്. സോ എല്ലാവരെയും ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. താങ്ക് യു.